വലിയൊരു തെറ്റുകുളിക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വലിയ തെറ്റുകാരനാണ്. ഇന്നി മിഖ്റാഫു ദുനൂബി യാ റസൂലല്ലാഹ്, പാപങ്ങൾ ധാരാളം ചെയ്യുന്ന മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തുബ് ഇലല്ലാഹി തൗബതൻ നസൂഹ, അല്ലാഹുവിലേക്ക് നീ വേണ്ട രീതിക്ക് തൗബ ചെയ്യ്. അദ്ദേഹം പറഞ്ഞു, ഫഅഊദു, ഞാൻ തെറ്റുവിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്നുണ്ട്, തൗബ ചെയ്താലും വീണ്ടും ഞാൻ ആ തെറ്റ് ചെയ്യുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, തുബ് ഇലല്ലാഹി തൗബതൻ നസൂഹ, നീ അല്ലാഹുവിലേക്ക് തൗബ പുതുക്കിക്കൊണ്ട് നിലകൊള്ളണേ നബിയുനാ റസൂലുള്ളാഹി. നമ്മളൊക്കെ അതുകൊണ്ടാണല്ലോ തൗബ ചെയ്യാൻ മടിക്കുന്നതന്നെ. പലരും പറയും, ഓ ഇത് ഉസ്താദേ എപ്പോഴും ഉണ്ട്, എല്ലാ ദിവസവും കള്ളുകൂടി. എടാ, കള്ളു കുടിച്ചിട്ട് ഇനി ഒരിക്കലും ഞാനിത് ചെയ്യൂല എന്നുള്ളൊരു ദൃഢനിശ്ചയം മനസ്സിൽ വെച്ചിട്ട് അതിൽ നിന്ന് ഒഴിവായി നിലകൊണ്ട് കണ്ട് തന്നെ തൗബ ചെയ്യും. പിന്നെ നീ ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയാലും വീണ്ടും നീ തൗബയെ പുതുക്കിക്കൊണ്ടുവരണം. ആണ് റമദാനിലൊക്കെ നമ്മൾ 25-ാവിനൊക്കെ കയറി ഇരുന്നിട്ട് തൗബ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ 25-ാവിന് മാത്രം പോരാ, തെറ്റ് ചെയ്താൽ ഉടനെ തൗബ. അതാണ് മുസ്ലിമിന്റെ ജീവിതം. അസ്അലുല്ലാഹൽ അലീം, അല്ലാഹുവിനോട് ചോദിക്കുവാൻ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ അലീം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ അലീം വഅതൂബു ഇലൈഹി. ഉന്നതനാകുന്ന പടച്ച റബ്ബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു, എല്ലാ വലിയ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ അലീം വഅതൂബു ഇലൈഹി. ചൊല്ലിക്കൊണ്ടിരിക്കുക, തന്നെ തൗബ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനുഷ്യനാണ്, സ്വാഭാവികമായി സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റിലേക്ക് പോകും. കുല്ലു ബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികളൊക്കെ തെറ്റുകാരാണ്, തെറ്റ് ചെയ്യാത്തവർ കുറവാണ്. അമ്പിയാക്കൾ ഒഴികെ, അമ്പിയാക്കൾ മഅ്സൂമികളാണ്, ഒരു തെറ്റും ചെയ്യാത്ത പാപസുരക്ഷിതരായ വാഹകരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം തെറ്റ് ചെയ്ത ആളുകൾ അല്ലാഹുവിലേക്ക് തെറ്റ് ഏറ്റുപറയലാണ്. അത് റബ്ബിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. കുറച്ച് ഞാൻ തെറ്റ് ചെയ്തു പോയി, നീ പൊറുക്കണേ എന്ന് പടച്ച റബ്ബിനോട് ഖേദിച്ച് പറയലാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം. അത് പറയാതെ അഹന്ത വെച്ചുകൊണ്ട് നടന്നാൽ റബ്ബിന്റെ ശിക്ഷ കഠിനമാകും. നമുക്കൊരു സ്വഹാബിയാണ് പറയുന്നത്, നബിയെ, ഇന്നി മഖ്റാഫു ദുനൂബി യാ റസൂലല്ലാഹ്, ഞാൻ തെറ്റുകൾ അധികരിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, നീ തൗബ ചെയ്യണേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്യും വീണ്ടും. നബി തങ്ങൾ പറഞ്ഞു, നീ വീണ്ടും തൗബ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീണ്ടും തെറ്റിലേക്ക് മടങ്ങിപ്പോകും. നബി തങ്ങൾ പറഞ്ഞു, ഹത്താ ഹുവ ശൈത്വാനു ഹത്താ ഹുവ ശൈത്വാനു ഹുവൽ മഹ്സൂർ, പിശാച് ബന്ധനസ്ഥനാകുന്നത് വരെ നീ തൗബ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ നിന്നെ തൊട്ട് ആശ മുറിയും പിശാച്. തൗബ എന്ന് പറയുന്നത് പിശാചിന് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഗതിയാണ്. നീ തൗബ പുതുക്കി 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 അള്ളാഹുവിന്റെ അടുക്കൽ നീ സ്വീകാര്യനായി തീരും. അതുകൊണ്ട് തൗബ വിടാതെ മുറുകെ പിടിച്ചോ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തൗബ ഒരു കളിതമാശയാക്കാനല്ല. തൗബയുടെ നിബന്ധനകളുണ്ട്, 4 നിബന്ധനകൾ. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനെ തൊട്ട് ഖേദമുണ്ടാവണം, ഒന്നാമത്തെ നിബന്ധന അതാണ്. രണ്ടാമത്തത്, ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റ് ഒഴിവാക്കണം. കള്ളുകൂടിയാണെങ്കിൽ കള്ളുകൂടി ഒഴിവാക്കണം. 3, ഇനി ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം നിന്റെ മനസ്സിലുണ്ടാവണം. തൗബയുടെ നിബന്ധനകൾ എത്രണ്ണം? 4 1, ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ഖേദം, ദുഃഖമുണ്ടാകണം. അത്തൗബത്തു അന്നദം. രണ്ടാമത്തത്, ആ തെറ്റ് പൂർണ്ണമായി ഒഴിവാക്കണം. മൂന്നാമത്തത്, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം വേണം മനസ്സിൽ. 4, സൃഷ്ടികളുമായിട്ടുള്ള കടമയും കടപ്പാടുമാണെങ്കിൽ, ആർക്കെങ്കിലും പൈസ കൊടുക്കാനുള്ളതാണെങ്കിൽ അത് പോയി കൊടുക്കണം. ആരെയെങ്കിലും 10 പേരുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പള്ളിക്കകത്ത് കയറി നിന്നിട്ട് വടച്ചവനെ പുറത്തു വരണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെ കണ്ടുപോയി പൊരുത്തപ്പെടിക്കണം. അന്നങ്ങനെ സംഭവിച്ചു പോയി, പൊരുത്തപ്പെടണമെന്ന് പറയണം, ആ വ്യക്തി പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഇതാണ് തൗബയുടെ നിബന്ധന. 4 നിബന്ധനകളാണ്. ഇത് മേളിച്ചാൽ, ഇത് പരിപൂർണമായി സമ്മേളിച്ചാൽ നിന്റെ തൗബ വിജയിച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉത്ലുബ മതാബൻ ബിന്നദാമതി മുഖ്ലിആ വബിഅസ്മി തർകി الذنب
فيما استقبلا وبراءة من كل حق الآدمي فلهذه الأركان فرعا وكملا. ഈ 4 നിബന്ധനകൾ മേളിച്ചിട്ടുള്ള തൗബ ചെയ്യുന്നവന് അള്ളാഹു പാപം പൊറുക്കും. അതാണ് തൗബത്തൻ നസൂഹ എന്ന് ഖുർആൻ പറഞ്ഞത്. ഈ രീതിയിൽ തൗബ ചെയ്യുന്നതാകുന്ന ആൺകുട്ടികൾ ആരുണ്ട്? അഥവാ നല്ല ഖേദത്തോടുകൂടി നിലകൊള്ളണം. അള്ളാഹുവെ കള്ളു കുടിച്ചു പോയി, വ്യഭിചരിച്ചു പോയി, സിനിമ കണ്ടുപോയി, സീരിയൽ ദർശിച്ചു പോയി, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യൂല എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവണം മനസ്സിൽ. ആ തെറ്റിൽ ഞാൻ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് വേണം തൗബ ചെയ്യാൻ. മൂന്നാമത്തത് അതാണ്. 4 സൃഷ്ടികളുമായിട്ടുള്ള ഇടപാടുകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് വേണം റബ്ബിലേക്ക് കൈകൾ ഉയർത്താൻ. ഉറപ്പായും അള്ളാഹു പാപം പുറത്തു തരും. അള്ളാഹു കരുണാമയനാണ്, കരുണാവാരിധിയാണ്. ലാ തൈഅസു മിൻ റൗഹില്ലാ ഇന്നഹു ലാ യൈഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് ആശ മുറിയരുതെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഞാൻ അത്രയേറെ തെറ്റ് ചെയ്തവനാണ്, എൻ്റെ പാപം അള്ളാഹു പുറത്തൂരില്ല എന്ന് ആരും കരുതണ്ട. അള്ളാഹു എല്ലാ തെറ്റുകളും മാപ്പ് ചെയ്യുന്നവനാണ്. തൗബ ചെയ്യാൻ തയ്യാറാകണം. തൗബയെ തൊട്ട് പിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോ, നിനക്ക് വലിയ നാശം വരാനുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. തൗബയെ തൊട്ട് പിന്തുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, നിനക്ക് വലിയ നാശം വരാനുണ്ട്. നിന്റെ ജീവിതത്തിൽ വലിയ വിപത്ത് വരാനുണ്ട്. എന്തോ വലിയ ഇടങ്ങേറുകൾ നിന്റെ ജീവിതത്തിൽ വരാനുണ്ട്. അതുകൊണ്ട് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ എണ്ണി എണ്ണി അള്ളാഹുവിലേക്ക് പറഞ്ഞുകൊണ്ട് പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ദംബൻ കാനത് നുക്തതൻ സൗദാ. ഒരു അടിമ ഒരു തെറ്റ് ചെയ്താൽ അതവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായി അവശേഷിക്കുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരു തെറ്റ് ചെയ്താൽ ഹൃദയത്തിൽ ഒരു പുള്ളി, അടുത്ത തെറ്റ് ചെയ്യുമ്പോൾ അടുത്തത്. എത്ര തെറ്റായി ഇപ്പൊ ചെയ്തത്? കോടാനുകൂടി തെറ്റുകൾ ചെയ്തിട്ട് ഹൃദയം മുഴുവനും കറുത്ത് കരിക്കട്ടയായി മാറിയിട്ടുണ്ട്. ഇനി അത് തെളിച്ചെടുക്കണം. അതിന് 2 കാര്യങ്ങൾ കൊണ്ടേ സാധിക്കൂ. ഒന്ന്, അവനവൻ സ്വന്തം മരിക്കുമെന്നുള്ള ചിന്ത ഉണ്ടാവണം, ദിക്റുൽ മൗത്ത്. രണ്ടാമത്തത് ഖുർആനിന്റെ പാരായണം. ഈ 2 കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നന്നാക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന്, നമ്മൾ സ്വന്തം മരിക്കുമെന്നുള്ള ചിന്ത, നാം ഓരോരുത്തരും നമ്മൾ മരിക്കുമെന്നുള്ള ചിന്ത വരണം. രണ്ടാമത്തത് ഖുർആനിന്റെ പാരായണമാണ്. അള്ളാഹു നമുക്ക് പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിലുള്ള എത്രയോ സഹോദരങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ എത്ര ഖത്മ് തീർത്തവരാണ്? ജീവിതത്തിൽ ഇന്ന് വരെ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതിത്തീർക്കാത്ത ധാരാളം ആളുകൾ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു വട്ടം പോലും ഓതിയിട്ടില്ല. ഓതാൻ അറിയാത്ത ആളൊന്നുമല്ല, ഖുർആൻ നല്ല വൃത്തിക്ക് ഓതാനൊക്കെ അറിയാം. പക്ഷെ ഇന്ന് വരെ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഖുർആൻ ഓതിയിട്ടില്ല. ഇനി ഓതാൻ അറിയാത്തവൻ തന്നെ വിക്കി വിക്കി ഓതുന്നവനാണെങ്കിൽ അവനും കൂലിയുണ്ടല്ലോ. വല്ലദീ യതകഅഉലഹു അജ്റാൻ. വിക്കി വിക്കി പ്രയാസപ്പെട്ട് ഓതുന്നവന് അവന് 2 പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളിൽ എത്ര പേർ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ടുള്ള മോമിനീങ്ങൾ എത്ര ദിവസമായി ഈ മജ്ലിസിലുണ്ട്? ഖുർആൻ എടുത്തിട്ടേ ഇല്ല. എന്നാൽ മൊബൈൽ ഫോൺ എടുക്കാത്ത സമയങ്ങളില്ല, എപ്പോഴും എടുക്കാൻ. ഉറക്കത്തിൽ നിന്ന് ആദ്യം എഴുന്നേറ്റാൽ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് തന്നെ മൊബൈൽ എവിടെയും തപ്പി നോക്കാൻ, വേഗം തന്നെ വാട്സാപ്പ് എടുത്ത് നോക്കാൻ, നെറ്റ് ഓൺ ചെയ്തിട്ട്. നെറ്റ് അന്നത്തെ ദിവസം ഇല്ലെങ്കിൽ അവൻ്റെ ദിവസം അന്നത്തെ ദിവസം ഭയങ്കര ഓഫാണ്. അവൻ്റെ മുഖത്തത് പ്രകടമാണ്. എല്ലാ ദിവസവും 2 GB നെറ്റ് കറക്റ്റായിട്ട് തീർത്തില്ലെങ്കിൽ അപ്പോഴും ഉണ്ടാകുന്നൊരു മാനസിക വിഷമം ചെറുപ്പക്കാർക്ക്. അംബാനി മാമൻ തന്നത് പടച്ചവനെ, അത് വെറുതെ ആയി പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിരാശ പൊള്ളുന്നതാകുന്ന ചെറുപ്പക്കാർ. ഒരു സിനിമയെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ, അത് പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിക്കുന്ന ആളുകൾ. എന്ന് പറഞ്ഞാൽ ദുന്യാവിൻ്റെ പിറകെയാണ് നമ്മുടെയൊക്കെ ഓട്ടം. ആഖിറൊന്നും ആർക്കും താല്പര്യമില്ലാതായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കി പറയുന്നു. നാളെ പടച്ചറബിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ കത്തിച്ചുരിക്കുന്നതാകുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി, കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്തതാകുന്ന 3 വിഭാഗത്തിൽ ഒന്നാണ് ലഹരി നുണയുന്നവനെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. 2, ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ.
മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവൻ തീർച്ചയായിട്ടും അവൻ അള്ളാഹുവിന്റെ ദർബാറിൽ വിറങ്ങലിക്കുക തന്നെ ചെയ്യും. മഹ്ശറിലെ ഏറ്റവും വലിയ അദാബാണ് അവർക്ക്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാവുകയില്ല. ചെറുപ്പക്കാർ മനസ്സിലാക്കി വെച്ചോ, പുതിയ തലമുറയിൽ കണ്ണീര് കുടിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും പളിച്ചു പറയാറുണ്ട്. സാധേ, എന്റെ മകൻ എന്നെ നോക്കുന്നില്ല, എന്റെ സങ്കടങ്ങൾ കേൾക്കുന്നില്ല, എന്നെ വീട്ടിൽ നിന്ന് ആട്ടിയിറക്കി വിട്ടു, ഭക്ഷണം തരുന്നതിന് തന്നെ കണക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം രക്ഷിതാക്കൾ ഓർത്തു വെച്ചോ, മക്കളുടെ കൈവശത്ത് നിന്ന് ഒരു നാണയത്തൊട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങിച്ചു കഴിക്കേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് എത്തിയാൽ മക്കൾ നിങ്ങളോട് കണക്ക് പറയുക തന്നെ ചെയ്യും. 30-40 വയസ്സുവരെ മക്കളെ തീറ്റിപ്പോറ്റി വളർത്തിയതാകുന്ന രക്ഷിതാക്കൾ ഇന്ന് വരെ ഒരു കണക്കും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ മക്കളുടെ കൈവശത്ത് നിന്ന് വാപ്പയോ ഉമ്മയോ ഒരു നേരത്തെ ആഹാരം കഴിക്കേണ്ടി വന്നാൽ അവർ കണക്ക് പറച്ചിലിന്റെ പുസ്തകം തുടങ്ങുകയാണ്, എഴുതുകയാണ്. ഓരോന്നും പറയും, 3000 രൂപയുടെ ഗുളിക നാട് വാങ്ങിച്ചില്ലേ, 2000 രൂപ അങ്ങ് തന്നില്ലേ, 4000 രൂപ അങ്ങ് തന്നില്ലേ എന്ന് പറഞ്ഞ് ഉമ്മയെയും വാപ്പയും കഷ്ടപ്പെടുത്തും. നബി തങ്ങൾ പറഞ്ഞു, ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, ഒരു നോട്ടം കൊണ്ടെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നവൻ, വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന ഒരു വാക്ക് പോലും നീ വാപ്പയോടും ഉമ്മയോടും പറയരുതെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുന്നു, ഉമ്മയും വാപ്പയും ദിവസങ്ങളായി സുഖമില്ലാതെ കട്ടിൽ മേൽ കിടക്കുകയാണ്, ദിവസങ്ങളായി കിടക്കുന്നു. പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന മാതാപിതാക്കൾ, മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ടുന്നതാകുന്ന രക്ഷിതാക്കൾ, അവരുടെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം ദിവസങ്ങളായി പുറത്തേക്ക് വന്നിട്ട് അവസാനം അതിനുള്ള മരുന്ന് കൊടുത്ത് അത് പുറത്തെത്തി. അങ്ങനെ പുറത്ത് കട്ടിലിൽ കിടക്കുന്നതാകുന്ന ആ മാലിന്യം, ദിവസങ്ങളായി കിടക്കുന്നതാകുന്ന കെട്ടിക്കിടക്കുന്ന മാലിന്യം പൃഷ്ഠഭാഗത്തിലൂടെ പുറത്തേക്ക് വന്നപ്പോ ഇടത് കൈയിൽ ഒരു പഴയ തുണി ചുരുട്ടിയിട്ട് നീ വന്നിട്ടൊരു ബാസ്കറ്റിലേക്കൊരു അതിലേക്കൊരു തുണിയിലെ ചുറ്റിക്കൊണ്ട് പരിപൂർണമായി ഇടത് കൈ കൊണ്ട് ഇങ്ങോട്ട് വടിച്ചെടുക്കുമ്പോ ഉമ്മയുടെയും ഉപ്പയുടെയും പൃഷ്ഠത്തിലൂടെ പുറത്തേക്ക് വന്ന ആ ദിവസങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിന്റെ ദുർഗന്ധം കാരണമായി നിന്റെ മുഖമെങ്ങാണം നീ ഒന്ന് ചുളിച്ചു പോയാൽ, മുഖത്തൊന്നൊരു ചെറിയൊരു വാട്ടം വന്നാൽ, നീ ചേ എന്ന വാക്കിനേക്കാൾ വലിയ പാതകമാണ്, തെറ്റാണ് ചെയ്തത് എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. അത്രയേറെ കടമയും കടപ്പാടും ലോകത്തൊരു മനുഷ്യനോടില്ല. മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടും അത്രമേൽ വലുതാണ്. ആ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലയളവിൽ അവരെ പ്രയാസപ്പെടുത്തിയവർക്ക് വല്ലാഹി സുമ്മ വല്ലാഹി ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും. മനസ്സിലാക്കിക്കോ, ദുന്യാവിലും ഉണ്ടാകും, ആഖിറത്തിലും ഉണ്ടാകും. അതാണ് ആഖുൽ വാലിദൈൻ. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവന് നാളെ റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മൂന്നാമത്തെയാണ് നമ്മുടെ വിഷയം. അതാ, ഇനി ശ്രദ്ധിച്ചോ, ശ്രദ്ധിക്കുന്നുണ്ടോ? 5 മിനിറ്റിനുള്ളിൽ ക്ലാസ് ചെയ്തു, ശരിക്കും ശ്രദ്ധിച്ചോ. അദ്ദയൂസോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അദ്ദയൂസോ അല്ലദീ യുഖിറു ഫീ അഹ്ലിഹി അൽ ഖബസ. ജീവിതത്തിൽ സ്വന്തം തെറ്റുകൾ ചെയ്യുന്നതാകുന്ന കുടുംബത്തിനെ പരിപൂർണമായി അംഗീകാരം കൊടുക്കുന്ന രക്ഷിതാക്കളില്ലയോ? കുടുംബക്കാര് ചെയ്യുന്ന തെറ്റുകൾക്ക് പരിപൂർണമായി സമ്മതം മൂളിക്കൊണ്ട് നിലകൊള്ളുന്ന രക്ഷിതാക്കളില്ലയോ? വീട്ടിലതാ കല്യാണം നടക്കുകയാണ്, പച്ചക്കല്യാണം, മഞ്ഞക്കല്യാണം, ചുവപ്പ് കല്യാണം, കറുപ്പ് കല്യാണം എന്നീ പല വർണ്ണങ്ങളുടെ പേരിലുള്ള ആഭാസങ്ങളും ആർഭാടങ്ങളും നടത്തുമ്പോ പാശ്ചാത്യരുടെ ബുഫേ സംസ്കാരം വീടിന്റെ കത്തലങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോ 10,000 വിരുന്നിന് വിളിച്ചു വരുത്തിയിട്ട് അവരൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ വന്നുകൊണ്ട് കൈനീട്ടി യാചിക്കുന്ന പോലെ പാത്രവുമായി ക്യൂ നിന്ന് ബുഫേ സംസ്കാരത്തിന്റെ പിറകെ തെണ്ടി നിന്നുകൊണ്ട് ഭക്ഷണം വാങ്ങി നിന്നുകൊണ്ട് കഴിക്കേണ്ട ഗതികെട്ട അവസ്ഥ വരുമ്പോ ഇത് മകൻ നടത്തുമ്പോ ഇത് കണ്ടുകൊണ്ട് രസിക്കുന്ന പ്രിയപ്പെട്ട വാപ്പാ, നീയാണ് കുടുംബത്തിൽ തെറ്റുകൾ കണ്ടിട്ട് പോലും പ്രതികരിക്കാത്തവൻ. ദയൂസി എന്ന് നബിയുനാ റസൂലുള്ളാഹി. കുടുംബത്തിലെ തെറ്റുകൾ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നവൻ, ഭാര്യ തെറ്റിലേക്ക് പോകുമ്പോ, മക്കള് തെറ്റിലേക്ക് പോകുമ്പോ, മരുമക്കള് തെറ്റിലേക്ക് പോകുമ്പോ, കൊച്ചുമക്കള് തെറ്റിലേക്ക് പോകുമ്പോ അതിന് പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന രക്ഷിതാക്കളില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ, നാളെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടം കിട്ടാത്ത കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് അള്ളാഹു വിറകൊള്ളികളായി മാറ്റ
പറയപ്പെടുന്നതായ വാഹകരാണവർ. അല്ലാഹുവേ പടച്ച റബ്ബേ, അത്തരത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ദീനീ ചൈതന്യമുള്ളവരായി ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും നല്ല നല്ല സാലിഹീങ്ങൾ ഉണ്ടായിരുന്നു, ദീനീ ചൈതന്യമുള്ളതാകുന്ന ആൺകുട്ടികൾ ഉണ്ടായിരുന്നു, നല്ല ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്തിട്ടുള്ള യുദ്ധങ്ങൾ 27 എണ്ണമാണ്. നബി നേരിട്ട് ഇറങ്ങിയതാകുന്ന യുദ്ധങ്ങൾ എത്ര എണ്ണമുണ്ട്? 27 ധർമ്മസമരത്തിന് നബി തങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതിലേറ്റവും ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകിയിട്ടുള്ളതാകുന്ന യുദ്ധമാണ് അന്നും ഇന്നും എന്നും ബദർ യുദ്ധം. എന്തുകൊണ്ട്? ആൾബലം കൊണ്ടോ സായുധബലം കൊണ്ടോ ഒന്നുമല്ല, പിന്നെന്താ? അവർ ആൺകുട്ടികളായിരുന്നു. ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഹിരി ഫീ ഹിമ്മതീൻ ബൽ സാദത്തുൻ കുബറാ. ഹുമുർ റിജാലു അവരാണ് ആൺകുട്ടികൾ, ഹുമുൽ ജിബാലു അവരാണ് പർവ്വത സമാനമായി ബദറിന്റെ രണാങ്കണത്തിൽ 1000-ഓളം വരുന്നതാകുന്ന സായുധരാകുന്ന ആയുധധാരികളാകുന്ന പട്ടാളക്കാരെ മുറപഠിപ്പിക്കാൻ കൃത്യമായി പാഠം പഠിപ്പിക്കാൻ നിലകൊണ്ടതായ 313ഓളം വരുന്ന അങ്കുലി പരിമിതമാകുന്ന സ്വഹാബത്തെന്ന് ഉലമാക്കൾ പാടി പുകഴ്ത്തുകയാണ്. ഹുമുർ റിജാലു അവരാണ് ആൺകുട്ടികൾ. അതുകൊണ്ടാണ് ബദർ യുദ്ധം മറ്റുള്ള യുദ്ധങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിക്കപ്പെട്ടത്. അതൊരു സാധാസീതമാകുന്ന ധർമ്മസമരമായിരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചു, റജുലി റിജാലി എന്ന പദം പറയണമെങ്കിൽ അവരായിരിക്കണം ആൺകുട്ടികളായിരിക്കണം. ഹുമുർ റിജാലു വലാ ഹുമുൽ ജിബാലു, ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പോരാ, ഹുമുൽ ജിബാലു പർവ്വത സമാനമായി ശത്രുക്കളുടെ മുന്നിൽ ഉറച്ചു നിന്നിട്ടുള്ളതാകുന്ന പ്രതിരോധത്തിന്റെ ഭാഗം തീർത്തവരാണ്. അമേരിക്കയിലേക്കുള്ളതാകുന്ന തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വമ്പിച്ചതാകുന്ന ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിക്കുമ്പോ കരയുന്നതാകുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ പഠിച്ചു വെക്കിൻ. ഇതേപോലെ ചരിത്രത്തിൽ മുമ്പും കരച്ചിലുണ്ടായിട്ടുണ്ട്. പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഓർത്ത്, ഫലസ്തീന മക്കളുടേതാകുന്ന അവസ്ഥയോർത്ത് വിഷമിച്ചതാകുന്ന ആളുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ മുസ്ലിമീങ്ങളുടേതാകുന്ന ചരിതമോർത്തുകൊണ്ട് കരഞ്ഞവരുണ്ടായിട്ടുണ്ട്. പഠിച്ചു വെക്കണം നമ്മൾ. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ കിരാതമാക്കപ്പെട്ടതാകുന്ന വാഴ്ചയിലൂടെ അറുകുല നടത്തിയിട്ടുണ്ട്. സ്പെയിൻ 800 വർഷം മുസ്ലിമീങ്ങളുടേതാകുന്ന കൈവെള്ളയിലായിരുന്നു, മുസ്ലിം രാഷ്ട്രമായി മാറിയിരുന്നു. 800 വർഷം മുസ്ലിമീങ്ങൾ അടക്കി ഭരിച്ചിരുന്ന രാജ്യമാണ്. അവസാനം അത് മുസ്ലിമീങ്ങളുടെ കൈവശം നിന്ന് അസ്ഗർ അബ്ദുള്ള എന്ന് പറയുന്നതാകുന്ന വ്യക്തിയിൽ നിന്ന് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയപ്പോ അയാളിരുന്നിട്ട് അരമനയിലിരുന്ന് കരയുമ്പോ അദ്ദേഹത്തിന്റെ ഉമ്മ ആയിഷ എന്ന് പറയുന്ന ദീനീബോധമുള്ള മതബോധമുള്ള ഉമ്മ വന്നുകൊണ്ട് രാജാവാകുന്ന മകനോട് ദേഷ്യഭാവത്തിൽ ചോദിക്കുന്നു, അതബ്കി, നീ കരയുകയാണോ? കന്നിസായി, പെണ്ണുങ്ങൾ കരയുന്നത് പോലെ കരയുകയാണോ? മലിക്കൻ, നീ ഒരു രാജാവാണ്. ലം തുദാഫിഉ അൻഹു കർരിജാൽ, ആൺകുട്ടികളെ പോലെ ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി നീ ഇറങ്ങി നിന്നില്ല. 800 വർഷം മുസ്ലിമീങ്ങൾ കൈവെള്ളയിൽ വെച്ചിരുന്നതാകുന്ന ഈ സ്പെയിൻ എന്ന് പറയുന്ന മഹനീയമാകുന്ന രാജ്യം ഇന്ന് അമുസ്ലിമീങ്ങൾ കൈയടക്കിയിരിക്കാൻ അലക്സാണ്ട്രിയ ചക്രവർത്തി വന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശ വിശുദ്ധിയിൽ ജീവിച്ചിരുന്നതാകുന്ന ഈ രാജ്യത്തെ അവർ കൊണ്ടുപോയി അവർ അധീനപ്പെടുത്തി. ഇന്ന് നഷ്ടപ്പെട്ടു പോയതാകുന്ന സ്പെയിൻ ഓർത്തുകൊണ്ട് 800 വർഷങ്ങൾക്കിപ്പുറം നീ മുഖേന നഷ്ടപ്പെട്ടതാകുന്ന ഈ രാജ്യത്തെ ഓർത്ത് അരമനയിലിരുന്നു കൊണ്ട് പെണ്ണുങ്ങളെ പോലെ ഇരുന്ന് കരയുകയാണോ? ലം തുദാഫി അൻഹു കർരിജാൽ, പുരുഷന്മാരെ പോലെ ആൺകുട്ടികളെ പോലെ നീ യുദ്ധരംഗത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് കൃത്യമായി യുദ്ധത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ രാജ്യം നിന്റെ കൈവെള്ളയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ല എന്ന് സ്വന്തം മാതാവ് മകനെ കുറ്റപ്പെടുത്തി സംസാരിച്ചതാകുന്ന ഈ വാക്ക് ലോകത്ത് തങ്കലിബികളാൽ അടയാളപ്പെടുത്തപ്പെട്ട വാക്കാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരോട് പറയുന്നു, ദീനീ ബോധമുള്ള മതബോധമുള്ള മതനിഷ്ഠയുള്ള തഖ്വീലധിഷ്ഠിതമായി ജീവിക്കുന്ന ആൺകുട്ടികളായി നമ്മൾ മാറണം. ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ അവ്വൽ വഖത്തിൽ വരുന്ന ആൺകുട്ടികൾ, ജുമുഅ ജമാഅത്തുകൾക്ക് ശ്രദ്ധ വെക്കുന്ന ആൺകുട്ടികൾ, വാലിന്റെ മജ്‌ലിസുകൾക്ക് അവ്വൽ വഖത്തിൽ എത്തിക്കറുന്നുകൊണ്ട് തുടക്കം മുതൽ കേട്ട് അടുത്ത ഒരു തലമുറയ്ക്ക് ആത്മീയത ഉണ്ടാവണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട്
കേൾക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികതലത്തിൽ കൊണ്ടുവരുന്ന ആൺകുട്ടികൾ ഉണ്ടാവണം. ഇരിക്കുന്നതാകുന്ന തലമുടിയും താടിരോമവും നരച്ചതാകുന്ന പാവപ്പെട്ട ഉപ്പമാർ, തൊട്ടപ്പുറത്ത് മറക്കപ്പുറത്തിരുന്നു കൊണ്ട് കരയുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉമ്മമാർ, അവരൊക്കെ അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരാണ്. നമ്മളൊക്കെ മരണത്തെ പ്രതീക്ഷിച്ച് നിലകൊള്ളാൻ. ഇനി നിങ്ങളിലാണ് പ്രതീക്ഷ, യുവതലമുറയിലാണ് പ്രതീക്ഷ, പുതിയ ജനതയാണ് നിങ്ങൾ. നിങ്ങളിലൂടെയാണ് ഈ നാടിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, നിങ്ങളിലൂടെയാണ് ഈ നാടിന്റെ ആത്മീയത കാത്തു സംരക്ഷിക്കപ്പെടേണ്ടത്. പെരുമാതുറയിൽ ആത്മീയത തളം കിട്ടണമെങ്കിൽ പുതിയ ജനത ലഹരി വിമുക്തമാകണം, മോശപ്പെട്ട പ്രവണതയിൽ നിന്ന് പരിപൂർണമായി മാറണം. കള്ളു കുടിക്കുന്ന തലമുറയാകരുത്, വ്യഭിചരിക്കുന്ന തലമുറയാകരുത്, സിനിമയിലും സീരിയലും റീൽസും കണ്ടുകൊണ്ട് ജീവിതത്തെ ഹോമിക്കുന്ന തലമുറയാകരുത്. മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും അള്ളാഹുവിൽ നിന്ന് തിരിച്ചുകൊണ്ട് ജീവിക്കുന്നതാകുന്ന വിശ്വാസികളായി വിശ്വാസിനികൾ പരിണമിക്കാൻ പാടില്ല. നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ആത്മീയത കൈമുതലാക്കി ഏകനാകുന്ന പടച്ച റബ്ബിലേക്ക് 5 വഖത്ത് നമസ്കാരം കൃത്യമായി നിലനിർത്തി, റമദാനിലെ നോമ്പുകൾ നോറ്റുവീട്ടി, സകാത്തുകൾ കൊടുത്തു വീട്ടി. തുടക്കത്തിൽ ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു നിവേദനം ചെയ്ത ഹദീസ് ഓതി പറഞ്ഞതുപോലെ നബി തങ്ങൾ അവസാനം കൃത്യമായി ജീവിതത്തിൽ ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാകുന്ന സ്വഹാബിയെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയാകുന്ന ഒരു മനുഷ്യനെ കാണാൻ നിങ്ങളുടെ കണ്ണിന് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ കാണാൻ കൊതിയുണ്ടെങ്കിൽ, അത് കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ, ഫല്ലൻദുറു ഇലാ ഹാദാ, ഈ പോകുന്ന ആൺകുട്ടിയിലേക്ക് നോക്കണേ. അവൻ അല്ലാഹു അല്ലാത്തവനെ ആരാധിക്കില്ല, അവൻ 5 വഖത്ത് നിസ്കരിക്കുമെന്ന് പറഞ്ഞവനാണ്, അവൻ റമദാനിൽ നോമ്പ് നോക്കുമെന്ന് പറഞ്ഞവനാണ്, അവൻ പാവങ്ങളുടെ കണ്ണീരൊപ്പുമെന്ന് പറഞ്ഞവനാണ്, അവൻ നിരാലംബർ കവലംബമാകുമെന്ന് പറഞ്ഞവനാണ്, സകാത്തിന്റെ വിഹിതം കൃത്യമായി പാവപ്പെട്ടവർക്ക് വർഷാവർഷം കൃത്യമായി കൊടുത്തു വിട്ടുമെന്ന് പറഞ്ഞവനാണ്, അവനാണ് സ്വർഗാവകാശി, അവൻ ആൺകുട്ടിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു അത്തരത്തിലുള്ള സാലിഹീങ്ങളിൽ നമ്മെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഉറക്കാമീം അല്ലാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. ആരാ ഈ സദസ്സിൽ നിന്ന്? ഞാൻ വലിയ തുകയൊന്നും ചോദിക്കുന്നില്ല. 10 ദിവസമാണ് നമ്മുടെ വാളിന്റെ മജ്‌ലിസ്, നീണ്ടു നിൽക്കുന്ന മജ്‌ലിസാണ്. ഒരുപാട് ബാധ്യതയുണ്ട്, നല്ല സാമ്പത്തികമാകുന്ന ചെലവുണ്ട്. ഈ സദസ്സിൽ നിന്ന് 5000 രൂപ ഉസ്താദ് ഞാൻ കൊടുക്കാം. 25,000 1 ലക്ഷമോ 50,000 ഒന്നും ചോദിക്കുന്നില്ല, 10,000 ചോദിക്കുന്നില്ല, വെറും 5,000. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ആദ്യമായി കൈയുയർത്തുന്ന മോമിനാരാ? അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നല്ല നിയ്യത്തിൽ പറഞ്ഞത് മാഷാ അല്ലാഹ്. ഫിർദൗസ് വള്ളം അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാഹ്. നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സദഖയായി സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്. ചോദിക്കേണ്ട താമസം പൈസ എടുത്തുകൊണ്ട് ഓടി വന്നതാകുന്ന സഹോദരനാണ്. അവരുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം കൊടുക്കണേ അല്ലാഹ്. ആരെല്ലാം ആ വള്ളവുമായി ഉപജീവന മാർഗം നടത്തുന്നവരുണ്ടോ അവർക്കെല്ലാം നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. റിസ്ഖ് വിശാലമാക്കണേ അല്ലാഹ്. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. നൽകിയിട്ടുള്ള നിഅമത്തുകൾ നിലനിർത്തണേ അല്ലാഹ്. അത് കൂടുതൽ വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഒരു വ്യക്തി ഉണ്ട് ഈ മജ്‌ലിസിൽ. മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്ന നല്ല മുത്തഖീങ്ങൾ ഈ മജ്‌ലിസിലുണ്ട്. പെരുമാതുറ എന്ന് പറയുന്ന ദേശം ആത്മീയതയിൽ ഊന്നിയതാകുന്ന നാടാണ്. ഇൻഷാ അല്ലാഹ് പറയാ, സദാ ഞാൻ കൊടുക്കാം, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്, അല്ലാഹു എനിക്ക് നൽകിയ സമ്പാദ്യത്തിൽ എന്ന് പറഞ്ഞ് രണ്ടാമതായി കൈയുയർത്തുന്ന ഏത് വ്യക്തിയാണ്? അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നോ 9,000 അല്ലേ? മാഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. നസ്ല് എന്തേ ആളെന്ന് കൈയുയർത്തി? ആരാണ്? മാഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ സുർലരീഹൽ മുസ്തഫ വസിദ് ഇഖാമതൻ ബിഹി സുർത ഹമീം സാവിയൻ അൻ ഖൽബിക സിൽസാലി സാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. ഉറക്കച്ചെല്ല്.
അല്ലാഹുവേ നസീർ എന്ന സഹോദരനെ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. പാവപ്പെട്ട സഹോദരനാണ്, ഒരുപാട് പണമോ പവറോ ഉള്ളവരല്ല. നിന്റെ ദീനിനു വേണ്ടി ചോദിക്കുമ്പോ മനസ്സറിഞ്ഞ് കൊടുക്കാൻ, ഹൃദയം കൊണ്ട് കൊടുക്കാൻ തയ്യാറായ സഹോദരനാണ്. അല്ലാഹുവേ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ജീവിതപാതയിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഹലാലായ സമ്പത്ത് കൊടുക്കണേ അല്ലാഹ്. ഖൈറായ റിസ്ക് കൊടുക്കണേ അല്ലാഹ്. കടബാധ്യതകളിൽ നിന്ന് സംരക്ഷണം കൊടുക്കണേ റബ്ബേ. ഉള്ള കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങളെ തുറസാക്കണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം കൊടുക്കണേ റബ്ബേ. ജീവിതാന്ത്യം നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ മക്കളിൽ സന്താന പരമ്പരകളിൽ ഖൈർ കൊടുക്കണേ അല്ലാഹ്. മഹാനായ ഗൗസുൽ ആദം മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളടക്കമുള്ളതാകുന്ന മഹാരഥന്മാർ മഹത്തുക്കൾ അവരുടെ തൃക്കരം കൊണ്ട് നാളെ അല്ലാഹുവേ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരാ ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ വ്യക്തി? ഈ മജ്‌ലിസിൽ നല്ല നിയ്യത്തിൽ പറഞ്ഞോളി. ആരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട. നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മൻ ജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹാ. ഒരാൾ ഒരു നന്മ ചെയ്താൽ 10 അതിന് പ്രതിഫലം പരിശുദ്ധ ഇസ്ലാമിൽ. അതുകൊണ്ട് 5000 കൊടുക്കുന്നവന് 50,000 അള്ളാഹു മടക്കി തരും, ഉറപ്പാണ്. ഖുർആനാണ് ഈ പറഞ്ഞത്, ഖുർആനാണ് ഈ ഓതിയത്. മൻ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ യുളായിഫുഹു അദ്ആഫൻ കസീറ. ആരൊരുവൻ അല്ലാഹുവിന് വേണ്ടി ദീനിന് വേണ്ടി കടം കൊടുത്താൽ അവൻ അല്ലാഹു ഇരട്ടി പ്രതിഫലം നൽകും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് 10 ഇരട്ടി പ്രതിഫലം വാങ്ങാൻ ആരാ ഇൻഷാ അല്ലാഹ് തയ്യാറുള്ളത്? അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. നല്ല നിയ്യത്തിൽ ആരാ പറയാ 5000 ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുക്കാം? ഒരാൾ കൂടി ആരാ ഇൻഷാ അല്ലാഹ് പറയാ? നല്ല നിയ്യത്തിൽ പറഞ്ഞ പോലെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഏത് സഹോദരനാണ് ആ ഭാഗ്യവാൻ? അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ റബ്ബ് തെരഞ്ഞെടുത്തതാകുന്ന ഏത് മുഅ്മിനാണ്, ഏത് മുത്തഖിയാൻ, ഏത് ആൺകുട്ടിയാൻ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. സഫറുള്ള അൽഹംദുലില്ലാഹ്. സബസാബിതുറ മീന സുറായില സറാ ثانيا ما ثالثا بل ثاني الأمثال لا إله إلا الله. അല്ലാഹുവേ സഫറുള്ള എന്ന സഹോദരന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. റിസ്ക് വിശാലമാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ. എന്തെല്ലാം വിപത്തുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നീ ഏകിയിട്ടുണ്ടോ, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞ സദഖയുടെ കാരണമായി അത്തരത്തിലുള്ള വിപത്തുകളെ തൊട്ട് കാവൽ കൊടുക്കണേ റബ്ബേ. അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാവൽ കൊടുക്കണേ അല്ലാഹ്. ആര് കണ്ടാലും വെറുക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാവൽ കൊടുക്കണേ അല്ലാഹ്.